സ്നേഹരാഗം ഭാഗം 30. പ്രഭാവതിക്ക് ശരീരം തളരുന്നതുപോലെ തോന്നി. ചന്ദ്രൻ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്ന മട്ടിലിരുന്നു. പൂജയ്ക്കും വിശ്വസിക്കാനായില്ല. അർജുനേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് അവളും വിചാരിച്ചിരുന്നില്ല. കീർത്തന ഇറങ്ങാൻ മടിച്ച് അവിടെ തന്നെ ഇരുന്നു. ശ്രീകുട്ടി അമ്മയുടെ മടിയിലിരുന്ന് ഇതെവിടെയാ വന്നിട്ടുള്ളത് എന്ന മട്ടിൽ അമ്പരപ്പോടെ അമ്മയെ നോക്കി. അവൾ ഇറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അർജുൻ കാറിന്റെ മുന്നിലൂടെ അപ്പുറത്തേക്ക് പോയി. കീർത്തു നീ വാ എന്നവളോട് പറഞ്ഞപ്പോഴും കീർത്തന അവിടെ തന്നെ ഇരുന്നു. അമ്മേതാ പപ്പ വിളിക്കുന്നു, നമുക്കിറങ്ങാം, ശ്രീകുട്ടി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. മോള് വാ. അർജുൻ അവളുടെ കൈ പിടിച്ച് ഇറക്കി. ശ്രീകുട്ടിയുടെ പുറകിലായി കീർത്തനയും ഇറങ്ങി. ശ്രീകുട്ടിയുടെ കൈയും പിടിച്ച് അവൻ ഉമ്മറത്തേക്ക് കയറി. അമ്മ സന്ധ്യാദീപം തെളിയിച്ചോ? അവൻ ചോദിച്ചു. പ്രഭാവതി തളർന്ന് ആ നിൽപ്പ് നിന്നതാണ്. ഇല്ലെങ്കിൽ ദീപം തെളിയിച്ച് ഇവളുടെ കയ്യിൽ കൊടുക്ക്, അവൻ പറഞ്ഞപ്പോഴും പ്രഭാവതി അനങ്ങിയില്ല. ചന്ദ്രന്റെ കസാരയിൽ പിടിച്ച് അങ്ങനെ തന്നെ ഇരുന്നു. കീർത്തന കയറാൻ മടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. അത് കണ്ടപ്പോൾ രാകേഷ് എഴുന്നേറ്റ് പൂജയുടെ അടുത്തെത്തി. നീ ദീപം തെളിയിച്ച് അവളുടെ കയ്യിൽ കൊടുക്ക്, അവൻ പറഞ്ഞപ്പോൾ പൂജ അവനെ രൂക്ഷമായി നോക്കി. എന്തായാലും ഇതിങ്ങനെയൊക്കെയായി, നീ ചെല്ല്, ബാക്കി കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം, രാകേഷ് പറഞ്ഞപ്പോൾ അവൾ പൂജാമുറിയിലേക്ക് പോയി. നിലവിളക്ക് തെളിയിച്ച് ഉമ്മറത്തേക്ക് വന്നു. പൂജ, നീ എന്തു ഭാവിച്ചാണ്? പ്രഭാവതി അവളോടായി ഉറക്കെ ചോദിച്ചു. അമ്മ തൽക്കാലം മിണ്ടാതിരിക്ക്. എന്തായാലും സന്ധ്യയായി. അർജുൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് സന്തോഷമായി നടത്തുകയാണ് നല്ലത്, രാകേഷ് പറഞ്ഞു. ദേ മനുഷ്യ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? പ്രഭാവതി ചന്ദ്രനോട് ചോദിച്ചു. നിന്റെ മോൻ്റെ തീരുമാനത്തെ ഞാൻ എതിർത്തിട്ട് കാര്യമില്ലല്ലോ. അവൻ തന്നിഷ്ടമല്ലേ കാണിക്കൂ. ഇനി വരുന്നതെന്താണെന്ന് വെച്ചാൽ നീ അനുഭവിച്ചോ, ചന്ദ്രൻ പരിഹാസസ്വരത്തിൽ പ്രഭാവതിയോടായി പറഞ്ഞു. അതേസമയം പൂജ ഉള്ളിൽ ഇഷ്ടമില്ലെങ്കിലും നിലവിളക്ക് കീർത്തനയ്ക്ക് നേരെ നീട്ടി. കീർത്തന മെല്ലെ തലതിരിച്ച് അർജുനെ ഒന്ന് നോക്കി. അവൻ അത് വാങ്ങിക്കൊള്ളാൻ ആംഗ്യം കാണിച്ചു. കീർത്തന പൂജ നീട്ടിയ നിലവിളക്കുമായി വലതുകാൽ വെച്ച് പടികൾ കയറി. അവർ അകത്തേക്ക് പോയതും പ്രഭാവതി വിവേകിന് നേരെ തിരിഞ്ഞു. നിനക്കൊന്നും പറയാനില്ലേ? അവൻ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിന്റെ ഭാവി എന്താകും? വല്ല വിചാരവും നിനക്കുണ്ടോ? ഏട്ടൻ്റെ ജീവിതത്തിൽ ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഞാൻ ഏട്ടൻ്റെ കാര്യത്തിൽ ഇടപെടുകയുമില്ല, പറഞ്ഞുകൊണ്ട് വിവേക് മുറിയിലേക്ക് പോയി. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ പ്രഭാവതിക്ക് തിരിച്ചൊന്നും പറയാനില്ലായിരുന്നു. എന്തൊക്കെയാണ് ഈശ്വര ഇവിടെ നടക്കുന്നത് എന്ന് സ്വയം പഴി പറഞ്ഞ് അവർ ചന്ദ്രൻ്റെ അരികിലിരുന്നു പോയി. ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു മണ്ഡപം. നല്ല തിരക്കായിരുന്നു. സംഗീതിൻ്റെ വീട്ടുകാരും സംഗീതും മുഹൂർത്തത്തിന് തന്നെ എത്തി. അങ്ങനെ അവർ രണ്ടുപേരുടെയും പ്രണയസാഫല്യം പൂത്തുലഞ്ഞു. താലവും വിളക്കുമായി പെൺകുട്ടികൾ വർഷയെ സ്റ്റേജിലേക്ക് ആനയിച്ചു. അവർ വരുന്നതും നോക്കി ചുണ്ടിൽ പുഞ്ചിരി തൂകി സംഗീത് ചമ്രം പടിഞ്ഞ് സ്റ്റേജിലിരിപ്പുണ്ടായിരുന്നു. അവൾ അവനരികിലായി വന്നിരുന്നു. എല്ലാവരെയും സാക്ഷിയാക്കി എല്ലാവരുടെയും അനുഗ്രഹത്താൽ സംഗീത് വർഷയെ താലി ചാർത്തി. ഹാളിൽ മുൻനിരയിലെ സീറ്റിൽ തന്നെ നന്ദനയുണ്ടായിരുന്നു. അവൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു. ലേഖ സ്റ്റേജിലായിരുന്നു. നന്ദനയെ അവൾ വിളിച്ചു എങ്കിലും അവൾ മടിച്ചു നിന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാനായി പോകുന്നുണ്ടായിരുന്നു. ലേഖ വന്ന് നന്ദനയെ ഭക്ഷണം കഴിക്കാനായി വിളിച്ചു. അവൾ എഴുന്നേറ്റ് ലേഖയുടെ കൂടെ പോയി. ലേഖയും നന്ദവും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ച ശേഷം എണീറ്റ് രണ്ടുപേരും ഹാളിൽ തന്നെ വന്നിരുന്നു. എല്ലാം കഴിഞ്ഞ് പെണ്ണും ചെക്കനും പോകാൻ ഇറങ്ങി. ഇനി വൈകുന്നേരം സംഗീതിൻ്റെ വീട്ടിൽ റിസപ്ഷൻ ഉണ്ട്. അതിന് നിൽക്കാതെ വീട്ടിൽ പോകാനായിരുന്നു നന്ദനയുടെ തീരുമാനം. ലേഖയോട് യാത്ര പറയുമ്പോൾ ചേച്ചി ശരിക്കും കരഞ്ഞുപോയി. ലേഖയ്ക്കും സങ്കടം പിടിച്ചു നിൽക്കാനായില്ല. അവളും വിങ്ങിപ്പോയി. പരസ്പരം കെട്ടിപ്പിടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് വർഷ കാറിൽ കയറി. അവരുടെ കാർ മുന്നോട്ട് നീങ്ങിയപ്പോൾ ലേഖ നിറകണ്ണുകൾ തുടച്ചു. നന്ദന അവളെ ആശ്വസിപ്പിച്ചു. അവർ രണ്ടുപേരും ഹാളിൽ തന്നെ വന്നിരുന്നു. ഞാൻ മടങ്ങിപ്പോയാലോ എന്നാലോചിക്കുകയാ, നന്ദന ലേഖയോടായി പറഞ്ഞു. എന്താ നീ ഇപ്പോൾ ഇങ്ങനെ പറയുന്നേ? തനിച്ചു പോകുന്നില്ല, ഒരുമിച്ച് പോകാമെന്നാണല്ലോ നീ പറഞ്ഞിരുന്നത്, ലേഖ ചോദിച്ചു. ഇനി എന്തായാലും ഒരുമിച്ച് പോകാം, ലേഖ പറഞ്ഞപ്പോൾ അത് തട്ടിക്കളയാൻ നന്ദനയ്ക്ക് തോന്നിയില്ല. ഒരുമിച്ച് പോകാമെന്ന് അവൾക്കും തോന്നി. സംഗീതിൻ്റെ വീട്ടിലേക്ക് റിസപ്ഷന് വേണ്ടി പോകാൻ ഡ്രസ്സ് മാറാനും മറ്റുമായി എല്ലാവരും വീട്ടിലേക്ക് പോയിരുന്നു. നന്ദനയും ലേഖയും വീട്ടിലെത്തി. സാരി മാറി നന്ദന വെള്ള നിറത്തിൽ ഗോൾഡ് മുത്ത് പിടിപ്പിച്ചിട്ടുള്ള ഒരു ചുരിദാറാണ് ധരിച്ചത്.
താൻ വരുന്നില്ലെന്ന് നന്ദന പലയാവർത്തി ലേഖയോട് പറഞ്ഞിരുന്നുവെങ്കിലും അവൾ പക്ഷെ സമ്മതിച്ചില്ല. അങ്ങനെയാണ് നന്ദനയും കൂടെ പോകാമെന്ന് തീരുമാനിച്ചത്. സംഗീതിന്റെ വീട്ടിലായിരുന്നില്ല റിസപ്ഷൻ, തൊട്ടടുത്തുള്ള മണ്ഡപത്തിലായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. എല്ലാവരും അങ്ങോട്ട് എത്തിത്തുടങ്ങിയിരുന്നു. വർഷയുടെ വീട്ടുകാർ എത്തിയപ്പോൾ അവൾക്ക് സന്തോഷമായി. ലേഖ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. എല്ലാവരും ഓരോ ഫോട്ടോ എടുത്തു. അവർ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് സംഗീതിന്റെ അച്ഛനും അമ്മയും വന്ന് എല്ലാവരെയും ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചു. വർഷയുടെ റിലേറ്റീവ്സ് എല്ലാം ഭക്ഷണം കഴിക്കാനായി പോയി. അവർ അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ സമയം 8 മണി കഴിഞ്ഞിരുന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും എല്ലാവരും ക്ഷീണിച്ചിരുന്നു. വന്നപാടെ നന്ദന കുറച്ചു നേരം ഇരുന്നു. പിന്നീട് അവൾ വാഷ്റൂമിലേക്ക് പോയി. അവൾ കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും ലേഖയുടെ അമ്മ ചായ ഉണ്ടാക്കിയിരുന്നു. ലേഖ അത് 2 കപ്പിലേക്ക് പകർന്നു. അതുകൊണ്ട് അവൾ റൂമിൽ വന്ന് ഒന്ന് നന്ദനയ്ക്ക് കൊടുത്തു. നമുക്ക് നാളെ വൈകിട്ട് തന്നെ ഇറങ്ങാം. നാളെയും കൂടിയല്ലേ ലീവുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസം കൂടി ലീവ് ചോദിക്കേണ്ടി വരും. നാളെ തന്നെ പോകാം. നന്ദനയ്ക്കും അതായിരുന്നു ഇഷ്ടം. അർജുൻ, ഞാൻ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ തോന്നുന്നു, കീർത്തന പറഞ്ഞു. എന്തേ നിനക്ക് അങ്ങനെ തോന്നാൻ? അർജുൻ ചോദിച്ചു. ഇവിടെ ആർക്കും എന്നെ ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നു, അവൾ തുറന്നു പറഞ്ഞു. അതൊക്കെ കുറച്ചു ദിവസം കഴിഞ്ഞാൽ മാറും, അവൻ പറഞ്ഞു. നീ എല്ലാവരോടും നന്നായി പെരുമാറിയാൽ മതി. അവൾ ശ്രീകുട്ടിയെ നോക്കി. യാത്രാക്ഷീണം കാരണം അവൾ ഉറങ്ങിയിരുന്നു. ഭക്ഷണം പുറത്തു നിന്ന് കഴിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങിയത് നന്നായെന്ന് കീർത്തനയ്ക്ക് തോന്നി. അർജുൻ വാഷ്റൂമിലേക്ക് പോയപ്പോൾ അവൾ ജനാലക്കരികിൽ വന്ന് നിന്ന് പുറത്തേക്ക് നോക്കി നിന്നു. കീർത്തു, നീ ഫ്രഷ് ആകുന്നില്ലേ? അർജുന്റെ ശബ്ദം കേട്ടപ്പോഴാണ് താൻ എത്ര നേരമായി ആ നിൽപ്പ് നിൽക്കുന്നു എന്നവൾക്ക് മനസ്സിലായത്. അവൾ കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് പോയി. അർജുൻ ഫോണെടുത്ത് വെറുതെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ മദ്യപിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് അവന് ഏറെ സന്തോഷിച്ച ദിവസമാണ്. ഇങ്ങനെയൊരു ദിവസത്തിനായാണ് അവൻ കാത്തിരുന്നത്. നന്ദനയെ വേദനിപ്പിച്ചതും അതിനു വേണ്ടിയായിരുന്നു. അവൻ നന്ദനയുമായുള്ള വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ കീർത്തനയുടെ കാര്യം വീട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ ചന്ദ്രൻ അത് സമ്മതിച്ചു കൊടുത്തിരുന്നില്ല. അങ്ങനെയാണ് അർജുന് ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി ആ വിവാഹം നടക്കുന്നത്. കീർത്തന വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ അർജുൻ അവളെ ഒന്ന് നോക്കി. ഇളം നീല നിറത്തിൽ ശരീരത്തിനോടൊട്ടി നിൽക്കുന്ന ആ നൈറ്റിയിൽ അവളുടെ ശരീര സൗന്ദര്യം മുഴുവൻ അവൻ്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു. അവൻ എണീറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. അവളെ പിടിച്ച് തന്നിലേക്ക് അണച്ചു. അവളുടെ മുടിയിഴകൾ അവൻ്റെ മുഖത്ത് വന്ന് തലോടി. അവൾ ഉപയോഗിച്ച ഷാംപൂവിൻ്റെ മണം അവനെ മത്തുപിടിപ്പിച്ചു. നീ എന്നും ഇങ്ങനെ എൻ്റെ അരികിൽ വേണം. എന്നും രാത്രി നിന്നിലലിഞ്ഞ് എനിക്കുറങ്ങണം. അവൻ അവളുടെ കാതുകളിൽ മന്ത്രിച്ചു. അവൾ അർജുനെ ഇറുക്കി പിടിച്ചു. ആ കരവലയത്തിൽ നിന്നും മോചിതയാവാൻ അവൾ ആഗ്രഹിച്ചതേയില്ല. അവൻ അവളെ പതിയെ ബെഡിലേക്ക് കൊണ്ടുപോയി. അവൾ ബെഡിലിരുന്നു. അവൻ അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞു. അവൾ മെല്ലെ ബെഡ് ലാമ്പ് ഓഫ് ചെയ്തു. ഡ്രസ്സുകളെല്ലാം ബാഗിൽ അടുക്കി വെക്കുകയാണ് നന്ദന. എല്ലാം എടുത്തില്ലേ എന്ന് ഒന്നുകൂടി ആലോചിച്ചു. എല്ലാം അടുക്കി വെച്ച് ബാഗിൻ്റെ സിബ് വലിച്ചിടുമ്പോഴാണ് ലേഖ വന്നത്. എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞോ? അവൾ ചോദിച്ചു. ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, നമുക്കൊന്ന് പോയാലോ? എന്തായാലും നമ്മൾ വൈകിട്ടല്ലേ പോകൂ, ലേഖ ചോദിച്ചു. എന്നാൽ നന്ദനക്ക് എവിടെ പോകാനും താല്പര്യമില്ലായിരുന്നു. വേണ്ടടാ, ഇനി വരുമ്പോൾ പോകാം, അവൾ പറഞ്ഞു. ഇതുവരെ വന്നിട്ട് നിന്നെ എല്ലാം ഒന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ലേഖ നിരാശയിൽ പറഞ്ഞു. സാരമില്ല, ഇനിയും ഞാനിവിടെ വരും. അപ്പോൾ എന്തായാലും പോകാം. ഇനിയിപ്പോൾ അവിടെ വരെ പോയി തിരിച്ചു വന്ന് ഹോസ്റ്റലിൽ എത്തുമ്പോഴേക്കും ഞാൻ ക്ഷീണിക്കും. എനിക്ക് ഓർക്കാൻ ഈ ദിവസങ്ങൾ മാത്രം മതി. മനസ്സ് നിറഞ്ഞാണ് ഞാൻ പോകുന്നത്, എല്ലാവരുടെയും സ്നേഹം ആസ്വദിച്ചുകൊണ്ട്, നന്ദന പറഞ്ഞപ്പോൾ ഇടയ്ക്കെപ്പോഴോ അവളുടെ സ്വരം ഇടറി. ഓക്കെ, ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇനി വരുമ്പോൾ നീ ഇല്ല എന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ കൊണ്ടുപോകും, ലേഖ പറഞ്ഞപ്പോൾ നന്ദന പുഞ്ചിരിച്ചു. എല്ലാം റെഡിയാക്കി ബാഗുമെടുത്ത് നന്ദന ഹാളിലേക്ക് വന്നു. ഒപ്പം ലേഖയും. 2 ദിവസം കഴിഞ്ഞാൽ വർഷയുടെ വിരുന്നാണ്. അതുകൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ മോളെ, ലേഖയുടെ അമ്മ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഓഫീസിൽ നിന്ന് ലീവ് കിട്ടില്ല. ഞാൻ എന്തായാലും അടുത്തയാഴ്ച വരാം. അപ്പോഴേക്കും ഒരു വിരുന്ന് കൂടി സെറ്റാക്കിട്ടോ അച്ഛാ, അവൾ കുസൃതിയിൽ പറഞ്ഞു.
പിന്നെ നന്ദുവിനെ ഈ സിറ്റുവേഷനിൽ ഒറ്റയ്ക്ക് വിടുന്നതും ശരിയല്ല. നന്ദന എല്ലാവരോടും യാത്ര പറഞ്ഞു. അവളുടെ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു. എന്തു നല്ല സ്നേഹമുള്ളവരാണ് ഈ അച്ഛനും അമ്മയും എന്നവൾ മനസ്സിലോർത്തു. മോൾ എന്തുകൊണ്ടും വിഷമിക്കരുത്, എല്ലാം ശരിയാകും. ലേഖ പറഞ്ഞ് മോളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാ ഓരോന്ന് ചോദിച്ച് മോളെ വേദനിപ്പിക്കാത്തത്. നല്ലൊരു മനസ്സുണ്ട് നിനക്ക്. മോൾക്ക് നല്ലതേ വരൂ. എല്ലാം ശരിയായി നല്ല ഒരു ജീവിതം മോൾക്ക് കിട്ടട്ടെ. ലേഖയുടെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ നന്ദു തേങ്ങിക്കൊണ്ട് അവരുടെ തോളിലേക്ക് ചാഞ്ഞു. അവർ യാത്ര പറഞ്ഞിറങ്ങി. ഓട്ടോ അവർക്കായി കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഓട്ടോയിൽ കയറിയപ്പോൾ നന്ദനയുടെ മനസ്സ് വിങ്ങി. അവൾക്ക് ഒരു ഗദ്ഗതം തൊണ്ടക്കുഴിയിൽ വന്നു നിന്നു. രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ബസ് സ്റ്റോപ്പ് വരെ ഓട്ടോ ഉണ്ടായിരുന്നു. അവർ അവിടെ ബസ്സിനായി കാത്തു നിന്നു. 5 മിനിറ്റ് നിന്നപ്പോഴേക്കും ബസ് വന്നു. അവർ അതിൽ കയറി. തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ സീറ്റുകളെല്ലാം ഒഴിഞ്ഞു കിടപ്പുണ്ട്. രണ്ടുപേരും സീറ്റിലിരുന്നു. ആ ബസ് ടൗൺ വരെയുള്ളൂ. പിന്നെ പാലക്കാട്ടേക്ക് മറ്റൊരു ബസ്സിൽ കയറണം. നന്ദ സീറ്റിലേക്ക് ചാഞ്ഞു കിടന്നു. താൻ വരുമ്പോൾ മനസ്സിന് ഇത്രയും ഭാരമുണ്ടായിരുന്നില്ല എന്നവൾ ഓർത്തു. തനിക്ക് എടുക്കാവുന്നതിലും അധികം ഭാരവുമായാണ് താൻ തിരിച്ചു പോകുന്നത്. തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ഓർത്തപ്പോൾ അവൾക്ക് ഒന്ന് പൊട്ടിക്കരയാനാണ് തോന്നിയത്. നോക്ക് നന്ദു, നീ ഒന്നിനെക്കുറിച്ചും ആവലാതിപ്പെടണ്ട. എല്ലാം ഒരിക്കൽ ശരിയാകും. നന്ദനയുടെ സങ്കടഭാവം കണ്ടപ്പോൾ ലേഖ പറഞ്ഞുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. അവർ ബസ് ഇറങ്ങുമ്പോൾ ഏറെ വൈകിയിരുന്നു. ബസ് സ്റ്റാൻഡിൽ ഓട്ടോ കുറവായിരുന്നു. അവർ ഓരോ ഓട്ടോ പിടിച്ച് ഹോസ്റ്റലിലേക്ക് പോകാനായി അതിൽ കയറി. ഹോസ്റ്റൽ വാർഡനെ വിളിച്ച് കുറച്ച് വൈകിയേ എത്തൂ എന്നവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ചെന്നപ്പോൾ കൂടുതൽ ചോദ്യത്തിന് നിൽക്കാതെ വാർഡൻ റൂമിൻ്റെ താക്കോൽ അവർക്ക് നൽകി. അവർ താക്കോലും വാങ്ങി മുറിയിലേക്ക് പോയി. സമയം വൈകിയിരുന്നത് കൊണ്ട് തന്നെ അവർ പുറത്തു നിന്നും ഭക്ഷണം കഴിച്ചിരുന്നു. മുറിയിലെത്തിയ ഉടനെ രണ്ടുപേരും ഫ്രഷായി. പിന്നെ ബെഡിലേക്ക് ചാഞ്ഞു. എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണെന്ന് തനിക്കറിയോ? നന്ദന കിടക്കുമ്പോൾ ലേഖയോട് ചോദിച്ചു. നീ പിന്നെയും ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുക അല്ലേ? കല്യാണം കഴിച്ചു വിടുമ്പോൾ നന്നായൊന്ന് അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല. നെടുവീർപ്പോടെ നന്ദന പറഞ്ഞു. നീ ഓരോന്നാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ലേഖ പറഞ്ഞപ്പോൾ അവൾ തിരിഞ്ഞു കിടന്നു. പല സ്വപ്നങ്ങളും അവളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. തൻ്റെ ജീവിതം ഇനി എങ്ങനെയാകും എന്ന ആലോചനയോടെ അവൾ മയക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. നന്ദന തിയറി ക്ലാസ്സിൽ നോട്ട്സ് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് രാജിനി അങ്ങോട്ട് വന്നത്. നന്ദന മിസ്സേ, രാജിനി വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. നോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ സാറ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് അവൾ പോയി. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ നന്ദന ഓഫീസിലേക്ക് നടന്നു. രാജിനി ക്യാബിനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ ഒന്ന് നോക്കിയ ശേഷം നന്ദന ഡോർ പതിയെ തുറന്ന് അകത്തേക്ക് കയറാൻ അനുവാദം വാങ്ങി. അവൾ അകത്ത് കടന്നപ്പോൾ അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി. ഇരിക്ക്, അവൻ അവളോടായി പറഞ്ഞു. എന്താണ് സാർ കാര്യം? എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, അവൾ പറഞ്ഞു. ഇങ്ങനെ നിന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നുമല്ല. എനിക്ക് തന്നോട് ചിലത് പറയാനുണ്ട്. സാർ എന്നോട് കാണിക്കുന്ന അമിത സ്വാതന്ത്ര്യം തന്നെയാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അന്ന് അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ തനിയെ പൊയ്ക്കോളാമെന്ന്. എന്നിട്ടും ഹോസ്പിറ്റലിൽ വെച്ച് ഒരു സീനുണ്ടാക്കാൻ വേണ്ടി എൻ്റെ കൂടെ വന്നു. അതിൻ്റെ പേരിൽ ഞാൻ എന്തൊക്കെ പഴികേട്ടുവെന്നറിയുമോ? ചോദിക്കുമ്പോൾ നന്ദനയുടെ ശബ്ദത്തിൽ അമർഷം കലർന്നിരുന്നു. നന്ദന കലിതുള്ളുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, പ്രകാശ് ചിരിയോടെ പറഞ്ഞപ്പോൾ അവൾ ദേഷ്യത്തോടെ നോക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ നോക്കല്ലേ എന്നും പറഞ്ഞ് പ്രകാശ് ഒരു കണ്ണടച്ച് കാണിച്ചപ്പോൾ നന്ദനയുടെ ദേഷ്യം ഉച്ചസ്ഥായിയിലായി. അവൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ നന്ദന ഡോർ തുറക്കാൻ പോയപ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഈ അവഗണനയുടെ അവസാനം എന്താകുമെന്ന് എനിക്കറിയാം. ഞാൻ ആശിച്ചതൊന്നും എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാതിരുന്നിട്ടില്ല. അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവൾ അവനിൽ നിന്നും കൈ പിൻവലിച്ചപ്പോൾ അവൻ്റെ കരങ്ങൾ നന്ദനയുടെ കയ്യിൽ പിടിമുറുക്കുകയാണ് ചെയ്തത്. അവൾ എല്ലാ ശക്തിയും സംഭരിച്ചുകൊണ്ട് കൈകൾ വലിച്ചെടുത്ത് പ്രകാശിൻ്റെ മുഖമടച്ച് ഒരടി കൊടുത്തു. എന്നിട്ട് വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി. പ്രകാശ് കവിളിൽ കൈവച്ചുകൊണ്ട് അവൾ പോകുന്നതും നോക്കി നിന്നു. അവൻ്റെ കണ്ണിൽ ഒരു കനലെരിയുന്നുണ്ടായിരുന്നു. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചെടുക്കും. ഞാൻ വിചാരിച്ചതൊന്നും നടക്കാതിരുന്നിട്ടില്ല. അവൻ അവളെ നോക്കി മുരണ്ടു. അവളെ എങ്ങനെയെങ്കിലും തൻ്റെ വരുതിയിൽ വരുത്തണം എന്നവൻ മനസ്സിൽ കുറിച്ചിട്ടു. നിനക്കുള്ള കുരുക്ക് ഞാൻ റെഡിയാക്കും. അവളിൽ നിന്നും കണ്ണെടുക്കാതെ അവൻ പറഞ്ഞു.
പ്രകാശ് നന്ദനയ്ക്കു വേണ്ടി എന്ത് കുരുക്കാവും തയ്യാറാക്കാൻ പോകുന്നത് എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാകൂ. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും എന്നും കൂടെയുണ്ടാവുമെന്ന് പ്രതീക്ഷയിൽ സ്നേഹരാഗം ഇനിയും തുടരും.